ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ എച്ച്.എം. മോട്ടോഴ്സ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷനായിട്ട് ഓരോ കമ്പനികളും വ്യത്യസ്തമായ അഥവാ 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള മാരുതി തൊട്ട് BMW വരെയുള്ള എല്ലാ സ്റ്റോക്കുകളുമായിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കാർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ എല്ലാ വാഹനങ്ങളുടെയും കൂടുതൽ കളക്ഷൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. വെൽക്കം ടു എച്ച്.എം. മോട്ടോഴ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കേ ആദ്യമായിട്ട് തന്നെ ഒരു ഓഫർ പ്രൈസിൽ ഈ ന്യൂ ഇയറിനും അതുപോലെ തന്നെ ക്രിസ്മസൊക്കെ ആയിട്ട് ഒരു ഓഫർ പ്രൈസിന് ഒരു വാഹനം നമുക്ക് ആദ്യം പരിചയപ്പെടുത്താം. പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ, നമ്മുടെ ബ്രദേഴ്സ് തന്നെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഈ വാഹനങ്ങളൊക്കെ ഇട്ട് ഇന്ന് പകൽ തന്നെ ഇപ്പോൾ ഓരോന്നോരോന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മഞ്ഞും അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട. വണ്ടി ഞങ്ങൾ പുത്തൻ പോലെ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് തരിക, ഡെലിവറി തരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഷോറൂമിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ വാഹനങ്ങളും ഫുൾ വൃത്തി കാണാൻ പറ്റും. ഇത് 2021 മോഡൽ കിഗർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനം. ഇതിന് ഓട്ടോമാറ്റിക്കലി നല്ല വൃത്തിയുള്ള ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് നമുക്ക് തരാൻ പറ്റുന്നത്. 6,75,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കാർ. ഇത് തന്നെ ഏറ്റവും വലിയ ഓഫറിൽ വരുന്നത്. ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മൾ ഓഫർ. എല്ലാ വാഹനങ്ങളും പ്രൈസുകളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നിസാൻ്റെ സെഗ്മെൻറ്റിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മുടെ കയ്യിൽ 2 നിസാൻ്റെ മൈക്രകളുണ്ട്. ഒന്ന് 2012 മോഡലും ഒന്ന് 2013 മോഡലും. അടുത്തത് 2016 മോഡലിൽ വരുന്ന ടെറാനോ, നിസാൻ്റെ തന്നെ ടെറാനോ 85 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 58,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി. ഇതിന് ആണെന്നുണ്ടെങ്കിൽ 690 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. പിന്നെ അടുത്തത് വരുന്നത് 2017 മോഡൽ എക്കോസ്പോർട്ട്, ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് സിംഗിൾ ഓണറാണ്. വെറും 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ 7.25 നമ്മൾ ആസ്കിംഗ്. അടുത്ത് നമ്മൾ ഹുണ്ടായിലെ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ 2017 മോഡൽ i20 മാഗ്ന എക്സിക്യൂട്ടീവ് പെട്രോളിൽ വരുന്ന ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ്. ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5.25 ലക്ഷം രൂപ. പിന്നെ 2022 മോഡൽ വെന്യൂ SX ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നുണ്ട്. വെറും 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ 11.25 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് 2013 മോഡൽ വെർണ EX 1.4 വരുന്ന ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം. ഇത് 82,000 കിലോമീറ്റർ ഓടിയ ഡീസൽ മാനുവൽ വാഹനമാണ്. ഇതിന് വരുന്നത് 4,40,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ അടുത്തത് എല്ലാവരും ഭയങ്കര നമുക്ക് എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് 2022 മോഡൽ ക്രെറ്റ S+. അതന്നെ അതിൽ തന്നെ ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് K-Knight എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണ് ഈ മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ്, ഡീസൽ മാനുവൽ വാഹനം. വെറും 73,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 15,65 15,65,000. പിന്നെ വരുന്നത് 2017 മോഡൽ i20 സ്പോർട്സ്. ഇത് സിംഗിൾ ഓണറാണ്, പെട്രോൾ മാനുവൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5.25 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്ത വരുന്ന 2015 മോഡൽ ക്രെറ്റ SX+ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ വാഹനം. 59,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് 6,90,000 നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അടുത്ത് വരുന്നത് 2017 മോഡൽ ഒരു i10 സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ വാഹനമാണ്. ഇത് ആകെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റർ. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. പിന്നെ വരുന്നത്, അപ്പോൾ ഇത് ഹുണ്ടായുടെ സെഗ്മെൻറ്റ് കഴിഞ്ഞു, നിസാൻ്റെ സെഗ്മെൻറ്റ് കഴിഞ്ഞു, ഫോർഡിൻ്റെത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കിയയുടെ സെഗ്മെൻറ്റാണ്. കിയയിൽ നമുക്ക് 2 വണ്ടികളാണ് വരുന്നത്. അതും പ്രധാനമായിട്ട് നല്ല മൂവിങ് ഉള്ള ഒരു സെൽറ്റോസും ഒരു സോണറ്റും. നമ്മൾ ഈ സോണറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ വാഹനം. ഇത് ആകെ ഓടിയിട്ടുള്ളത് 22,000 കിലോമീറ്ററാണ്. അതുതന്നെ സോണറ്റിൽ HTK എന്ന് പറഞ്ഞു വരുന്ന ഒരു വേരിയൻ്റാണ്. 2022 ആയതുകൊണ്ട് തന്നെ കമ്പനി വാറണ്ടിയും സർവീസും ഒക്കെ നിലനിൽക്കുന്ന ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9,25,000 രൂപയാണ്. പിന്നെ വരുന്ന നമ്മൾ പറഞ്ഞ സെൽറ്റോസ് തന്നെ GTX ആണ് ഈ വേരിയൻ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. ഇത് ആകെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്ററാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13,70,000. അടുത്ത് നമ്മൾ നോക്കുന്നത് മാരുതിയുടെ ഒരു നീണ്ട ഒരു നിര തന്നെയാണ്.
അപ്പോൾ സാധാരണക്കാർ അതല്ലെങ്കിൽ എല്ലാവരും എൻക്വയറി നടത്തുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു വാഹനം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് 2021 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ലേഡീസൊക്കെ വളരെ എൻക്വയറി നടത്തുന്ന ഒരു വാഹനം. 47,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,4 ലക്ഷം രൂപയാണ്. പിന്നെ അടുത്ത വരുന്നത് എസ് ക്രോസ് 2017 മോഡൽ എസ് ക്രോസ് സീറ്റ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 85,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്, ഇത് ഡീസൽ മാനുവൽ ആട്ടോ, ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,75,000 രൂപ. പിന്നെ വരുന്നത് 2000 ബലേനോ ഡെൽറ്റ. നമ്മുടെ അടുത്ത് ഒരു പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ അടുത്ത് അധിക വണ്ടികളും 2, 3 അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യൽ. ഇത് ബലേനോൻ്റെ കാര്യം നോക്കുമ്പോൾ 2 ബലേനോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2017 മോഡൽ പെട്രോൾ മാനുവൽ വാഹനമാണ്. 1,15,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കുന്നത് ഒരു ZS-ലാണ്. ചെറിയ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്ന, അതായത് 2 ലക്ഷത്തിൻ്റെ താഴെ വാഹനം എന്ന നിലക്ക് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടികളാണ്. ഇത് 2010 മോഡൽ പെട്രോൾ മാനുവൽ വരുന്ന ഒരു ZS-ലോ. ഇതിന് ആകെ 1,40,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. വണ്ടി വെൽ മെയിൻറ്റെയിൻ ആട്ടോ, പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത് 2014 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഞാൻ വീണ്ടും പറയാണ്, ലേഡീസിനൊക്കെ എൻക്വയറി വരുന്ന വാഹനമാണ്. ചെറിയ വണ്ടി, പെട്രോൾ അല്ലെങ്കിൽ അവർക്ക് ഓട്ടം കുറവായിരിക്കും, പെട്രോൾ ഓട്ടോമാറ്റിക്കായ നന്നായി, കാരണം അങ്ങനെയൊക്കെ വരുന്ന ഒരു വാഹനം. അതായത് അങ്ങനത്തെവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് പെട്രോൾ. ഇത് VXi സെലേറിയോ VXi ആണ്. 4th ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്കുള്ള വാഹനം. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,4 ലക്ഷം രൂപയാണ്. 3,25,000 രൂപ. അപ്പോൾ അടുത്ത് വരുന്നത് 2013 മോഡൽ 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു പെട്രോൾ മാനുവൽ വാഹനം അൾട്ടോ 800 LXi എന്ന് പറയാം. ഇതിന് 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് 1,85,000 രൂപ. പിന്നെ വരുന്നത്, നമ്മളെ പ്രൈസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞെട്ടണ്ട. അതല്ലെങ്കിൽ ഈ പ്രൈസ് കണ്ട് ഭയങ്കര ഓവറാണെന്ന് പറയാൻ നിൽക്കണ്ട. കാരണം വണ്ടി അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. വണ്ടി ഇപ്പോൾ പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഈ അൾട്ടോ 800 അല്ലെങ്കിൽ മറ്റൊക്കെ എടുക്കുമ്പോൾ അതിലും കുറഞ്ഞ വിലയുടെ വണ്ടികൾ കിട്ടും. പക്ഷേ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഡിഫോൾട്ടുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ, എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് കറക്റ്റ് തന്നെ പറയുന്നത്. പിന്നെ ഇതിലൊക്കെ പ്രൈസിൽ പറയുന്നതിൽ ഒരു നെഗോഷ്യബിൾ ആണ് പ്രൈസ്. നമുക്ക് എന്ത് ചെയ്യുക, കച്ചവടം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കുറവ് എങ്ങനെയാലും ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്തു തരും. പിന്നെ അടുത്ത് വരുന്നത് 2014 മോഡൽ പെട്രോൾ മാനുവൽ വരുന്ന ഒരു വാഗനർ. ഇത് 1,22,000 കിലോമീറ്ററാണ്. VXi ആണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,15,000 രൂപ. പിന്നെ വരുന്നത് 2015 മോഡൽ പെട്രോൾ മാനുവൽ വരുന്ന ഒരു സ്വിഫ്റ്റ് LXi ഓപ്ഷനാണ്. ഇതിന് വരുന്നത് 3,90,000 രൂപ. അടുത്ത് വരുന്നത് ഒരു എർട്ടിഗയുടെ ഒരു കളക്ഷനാണ്. എർട്ടിഗ നമ്മുടെ നിലവിൽ 4 ഉണ്ടായിരുന്നു. അതിലൊന്ന് സെയിലായിപ്പം ഇന്നലെ സെയിലായത്. ഇനിയിപ്പോൾ ഉള്ളതും 3 എർട്ടിഗ, അതും പെട്രോളിൽ 2 പെട്രോളിലും 1 ഡീസലിലും വരുന്നത്. ഇത് 2019 മോഡൽ പെട്രോൾ മാനുവൽ വരുന്ന ഒരു എർട്ടിഗ 77,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,60,000 രൂപയാണ്. ഇത് VXi ഓപ്ഷൻ ആട്ടോ. അപ്പോൾ 2019 VXi കഴിഞ്ഞു. അടുത്ത് വരുന്നത് 2019 ZXi 2nd ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ വാഹനം തന്നെ. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,90,000 രൂപയാണ്. പിന്നെ വരുന്നത് ഡീസൽ എർട്ടിഗ. ഇത് 2018 മോഡൽ ഡീസലിൽ വരുന്ന VDI സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസൽ മാനുവൽ വാഹനമാണ്. ഇത് 1,07,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8,4 ലക്ഷം രൂപയാണ്. അപ്പം ഇതാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ ഉള്ള 3 എർട്ടിഗ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബലേനോ നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചു. ഇത് 2019 മോഡൽ, നേരത്തെ കാണിച്ചത് 2017 മോഡലാണ്. ഇത് 19 മോഡൽ പെട്രോൾ മാനുവൽ വാഹനം. 40,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ഓപ്ഷനാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6,35,000 രൂപയാണ്. അപ്പോൾ അടുത്തത് മാരുതിയിൽ തന്നെ ഒരു സെഡാൻ ടൈപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ് മാരുതിയുടെ ഡിസയർ ZI. ഇത് 2013 മോഡലാണെങ്കിലും ആകെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2nd ഓണർഷിപ്പിൽ വരുന്ന ഒരു ഡീസൽ മാനുവൽ വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,45 ലക്ഷം രൂപയാണ്. വണ്ടിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണോ, അത്രയും ചെറിയ കിലോമീറ്റർ ഓടിയുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് 2019 മോഡൽ വാഗ്നർ LXi. ഇത് പെട്രോൾ മാനുവൽ വാഹനമാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,50 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ മാരുതിയുടെ ഒരു നീണ്ട സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞു. അപ്പോൾ മാരുതിയുടെ നീണ്ട നിരകൾക്ക് ശേഷം നമ്മൾ നോക്കുന്നത് ഹോണ്ടയുടെ വണ്ടികളാണ്.
ഇത് 2017 മോഡൽ ഡീസൽ മാനുവൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു WRV VX ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ മാനുവൽ. ഇത് 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,85,000. പിന്നെ അടുത്ത് വരുന്നത് 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഹോണ്ട സിറ്റി. അത് ഫുൾ ഓപ്ഷനാണ്. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഒരു വേരിയൻറ്റ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ്. ഡീസൽ മാനുവൽ വാഹനം. അതുപോലെ തന്നെ ഇത് 88,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9,35,000. പിന്നെ വരുന്നത് ഇതും ഒരു നമ്മുടെ അടുത്ത് 4, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അടുത്ത് എപ്പോഴും ഓപ്ഷൻസ് കൂടുതലുണ്ടാവും. ഇത് അതുപോലെ ഒരു 4 ഹോണ്ട സിറ്റി നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. ഇനി വരുന്ന 2019 മോഡൽ. 2019 മോഡൽ ഡീസൽ മാനുവൽ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 99,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,65,000 രൂപയാണ്. അപ്പോൾ അടുത്ത വരുന്നത് 2014 മോഡൽ ഹോണ്ട അമേസ് SX ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം. ഡീസൽ മാനുവലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഓടിയിട്ടുള്ളത് 1,16,000 കിലോമീറ്റർ. കമ്പനി സർവീസുള്ള വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,00,000 രൂപയാണ്. പിന്നെ വരുന്നത് ഹോണ്ട സിറ്റി 2014 SV ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം. തേർഡ് ഓണർഷിപ്പാണ്. ഡീസൽ മാനുവൽ തന്നെയാണ്. ഈ സിറ്റിയുടെ കാര്യം പറയുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് സിറ്റി എന്നുള്ളത്. അത് ഞാൻ പ്രത്യേകം എടുത്തു വരേണ്ട ആവശ്യമില്ല. പ്രേക്ഷകർക്ക് അധിക പേർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സർവീസുള്ള വണ്ടിയാണ്, പിന്നെ നോക്കും വേണ്ട. ഇത് ആകെ ഓടിയിട്ടുള്ളത് 1,28,000 കിലോമീറ്ററാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,00,000 രൂപയാണ്. അതേപോലെ തന്നെ 2014 മോഡൽ തന്നെ ഡീസൽ മാനുവലിൽ വരുന്ന ഒരു ഓപ്ഷനിൽ വരുന്നൊരു വാഹനം. ഇത് സിംഗിൾ ഓണറാണ്. 1,00,000 കിലോമീറ്ററാണ് ഇത് റൺ ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6,15,000 രൂപയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന 2016 മോഡൽ SV ഓപ്ഷനിൽ വരുന്ന ഒരു ജാസ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനമാണ്. ആകെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസൊക്കെ ഉള്ള ഒരു വാഹനം. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,45,000 രൂപയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തത്, അതായത് ഹോണ്ട നിരകളിലെ ഏറ്റവും അവസാനത്തത് ഒരു സിറ്റിയാണ്. 2018 മോഡൽ ഹോണ്ട സിറ്റി VX ഫുൾ ഓപ്ഷനാണ്. ആകെ ഇത് 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനം. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 10,00,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഹോണ്ടയുടെ നിരകളും കഴിഞ്ഞു. ഇനി അടുത്തത് ടയോട്ടയുടെ സെഗ്മെൻറ്റ് നമ്മൾ തുടങ്ങാൻ പോവാണ്. ടയോട്ട, ബെൻസ്, വോക്സ്വാഗൻ. ഈ ഒരു 3 ഇതും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ടയോട്ടയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ 2023 മോഡൽ ടയോട്ടയുടെ ഹൈറൈഡഡ് G ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണറാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഹൈബ്രിഡായ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 20,70,000 രൂപയാണ്. ഇതിൻ്റെ പ്രത്യേകത എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ 27 കിലോമീറ്റർ മൈലേജ് സുഖമായിട്ട് കിട്ടുന്ന ഒരു വാഹനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത 2 ടയോട്ടയുടെ 2 അൾട്ടിസുകളാണ്. രണ്ടും കേരള വണ്ടിയല്ല, പ്രത്യേകം എടുത്ത് പറയുകയാണ്. രണ്ടും നമ്പറായ വാഹനങ്ങളാണ്. പക്ഷേ ക്വാളിറ്റി ഉണ്ട്. സർവീസും പക്ക ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ HM വെച്ചിട്ട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് 2015 മോഡലും ഇത് 2012 മോഡലും. ഇത് GL ആണ്, ഇത് G+ ആണ്. ഇത് J+ ആണ്. രണ്ടും ഡീസൽ മാനുവൽ വാഹനങ്ങളാണ്. ഇതാണെന്നുണ്ടെങ്കിൽ 1,47 കിലോമീറ്റർ 1,47,000 കിലോമീറ്ററും ഇതാണെന്നുണ്ടെങ്കിൽ 1,55,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇതിനാണെന്നുണ്ടെങ്കിൽ 6,15,000 രൂപയും ഇതിന് 8,45,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വണ്ടിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് ടയോട്ടയുടെ എത്തിയോസ് ലിവ ക്രോസിലേക്കാണ്. ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനം. 1,73,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസുള്ള ഒരു നല്ലൊരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ഇതിൻ്റെ JD ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,00,000 രൂപയാണ്. പിന്നെ അടുത്ത് വരുന്നത് 2012 മോഡൽ. ഇത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്പറായ ഒരു ടയോട്ട ഇന്നോവയാണ്. ഓക്കെ. 2012 മോഡൽ ഓപ്ഷനിൽ വരുന്ന ഒരു ഇന്നോവ. 4th ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനം. 1,61,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 7,00,000 രൂപയാണ്. അടുത്ത് വരുന്നത് 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് ആണ്. ഇത് ആകെ ഓടിയിട്ടുള്ളത് 99,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസുള്ള ഒരു നല്ലൊരു വാഹനം. ഇത് കേരള വണ്ടിയല്ല, നമ്പറായ ഒരു വാഹനമാണ്. രജിസ്ട്രേഷൻ 17,00,000 രൂപയാണ് ഇത് ആസ്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. കമ്പനിയിൽ നിന്നുള്ള മാറ്റിയിട്ടുള്ള നല്ലൊരു വാഹനം കേട്ടോ. അടുത്ത് വരുന്നത് 2009 മോഡൽ 10 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഫോർച്യൂണർ 4x4 ഫോർച്യൂണറാണ്.
ഇത് ഡീസൽ മാനുവൽ വാഹനം 1,35,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 8.25 ലക്ഷം രൂപയാണ്. ഓക്കെ. പിന്നെ വരുന്നത് നമ്മളെ കയ്യിൽ നിലവിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള പ്രീമിയങ്ങൾ ഒരു 3 ഉണ്ട്. ഈ 3 ഞാൻ വേഗം ഒന്ന് പരിചയപ്പെടുത്താം. ലൈറ്റിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകണ്ടോ. ഇത് വരുന്നത് 2016 മോഡൽ ബെൻസിലെ ഒരു SUV എന്ന് പറയാൻ പറ്റും. GLA 200D എന്ന് പറഞ്ഞിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 18.25 ലക്ഷം രൂപയാണ്. അടുത്ത് വരുന്നത് ബെൻസിൻ്റെ തന്നെ ഒരു 2004 മോഡൽ E270 വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു 3/4%. ഇതിപ്പോൾ വണ്ടി ആകെ ഓടിയിട്ടുള്ളത് 1,00,000 കിലോമീറ്ററിൻ്റെ അടുത്താണ്. അതിൽ 90,000 കിലോമീറ്ററും കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6 ലക്ഷം രൂപയാണ്. പിന്നെ അടുത്ത് വരുന്ന 2011 മോഡൽ C250. ഇത് ഡീസൽ ഓട്ടോമാറ്റിക്, 3 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തന്നെയാണ്. ഇത് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 97,000 കിലോമീറ്ററോടെ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9,75,000 രൂപയാണ്. അപ്പോൾ ഇനി നമ്മൾ 3 പോളോ കൂടി പരിചയപ്പെടുത്തി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അടുത്ത് 3 പോളോയിൽ 2 ഡീസൽ മാനുവലും ഒരു പെട്രോൾ മാനുവൽ വാഹനമാണുള്ളത്. 3 ഹൈലൈനാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2016 മോഡൽ പെട്രോൾ മാനുവൽ വാഹനം, 1,03,000 കിലോമീറ്റർ സർവീസുള്ള ഒരു വാഹനമാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ്. പിന്നെ വരുന്നത് 2016 മോഡൽ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനം. ഇത് 1,33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5 ലക്ഷം രൂപയാണ്. പിന്നെ വരുന്നത് അറ്റ് ലാസ്റ്റ് 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ മാനുവൽ വാഹനം. ഇത് ഓടിയിട്ടുള്ളത് 1,37,000 കിലോമീറ്ററാണ്. ഇതും സർവീസുള്ള വാഹനമാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3.25 ലക്ഷം രൂപ. അപ്പോൾ ഈ 3 പോളോയുടെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, റീലാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ HM മോട്ടോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി, അപ്പോൾ നമ്മൾ HM മോട്ടോഴ്സിൻ്റെതായിട്ടുള്ള ഒരു ആപ്പ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും iOSലും രണ്ടിലും സപ്പോർട്ടാണ്. HM മോട്ടോഴ്സ് എന്നുള്ള പേരടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ബ്രാൻഡ് ആയാലും നിങ്ങളെ ബഡ്ജറ്റ് ആയാലും ഏതും അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ല നമ്മുടെ നിലവിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് അങ്ങനെ നോക്കണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്താൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.